പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ ശരീരം ക്ഷീണിച്ചാൽ നമ്മൾ അത് പോഷിപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ മനസ്സ് തളർന്നാലോ? എങ്ങനെയൊക്കെയാണ് മനസ്സ് തളരുന്നത്? നമുക്ക് രോഗം വരുമ്പോൾ, മക്കൾക്ക് രോഗമോ ആപത്തോ വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, ആഗ്രഹങ്ങളൊക്കെ വിചാരിച്ച സമയത്ത് നടക്കാതെ വരുമ്പോൾ, ചില ആളുകളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും വിശ്വാസവഞ്ചനകളും ഒക്കെ നേരിടുമ്പോൾ നമ്മൾ വിഷമിക്കും, തളരും, ടെൻഷൻ അനുഭവിക്കും. ഈ ടെൻഷനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് ഇരിക്കുക എന്നത്. അർത്ഥം മനസ്സിലാക്കി ആഴത്തിൽ ചിന്തിക്കുന്നതിലൂടെ ഖുർആൻ നമ്മുടെ മനസ്സിനെ തൊട്ട് തലോടുന്നതായിട്ട് കാണാം. നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണോ എന്ന് ചില ആയത്തുകൾ ഓതുമ്പോൾ നമുക്ക് തന്നെ തോന്നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിച്ചിരുന്ന സമയത്താണ് സൂറത്ത് നഷ്റഹ് അവതരണീയമായത്. നമുക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് ഈ സൂറത്ത് ആലോചിച്ചാൽ മനസ്സിന്റെ സംഘർഷങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പ്രയാസങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, സൗഭാഗ്യങ്ങൾ, നമ്മുടെ കഴിവുകൾ, ഇതൊക്കെ ചിന്തിക്കുക. അതിനുവേണ്ടി നന്ദി പറയുക. എത്ര അനുഗ്രഹീതരാണോ നമ്മൾ! അൽഹംദുലില്ലാ. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമ്മൾ നന്ദി പറയണ്ടേ? നാം അറിയാതെ തന്നെ നമ്മുടെ ശരീരത്ത് മാനസിക ഉന്മേഷം ലഭിക്കുന്ന ഹാപ്പി ഹോർമോണുകൾ ഡോപ്പമിൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ എന്നിവ ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണുകളുടെ ഉൽപാദനം കുറയുമ്പോഴാണ് സ്ട്രെസ് ഹോർമോൺ, സംഘർഷമുണ്ടാക്കുന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ മനസ്സമാധാനം കുറയുന്നത്. അലം നഷ്റഹ് ലക സദറക്, പ്രവാചകരെ, താങ്കളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ? പിന്നീട് പറയുന്നു, താങ്കളുടെ മുതുകിൽ ഉടച്ചു കളയുന്ന ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലേ? താങ്കളുടെ പ്രശസ്തി, കീർത്തി നാം ഉയർത്തി തന്നില്ലേ? ഇവിടെ ശുക്ർ അഥവാ നന്ദിയുള്ള മനസ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം വേണം. പിന്നീട് പറയുന്നത്, ഏത് പ്രയാസത്തിലും ഒരു എളുപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ആ വിജയം, ആ എളുപ്പം, ഒരു യുസ്ർ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ ജീവിക്കുക എന്നുള്ളതാണ് രണ്ടാമത് വേണ്ടത്. നന്ദി, പ്രതീക്ഷ, ഇത് കഴിഞ്ഞാൽ വേണ്ടത് പരിശ്രമമാണ്. നിനക്ക് ഒഴിവ് കിട്ടുമ്പോൾ പരിശ്രമിക്കുക. എന്തിനു വേണ്ടി? ഇബാദത്തിന് വേണ്ടി, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി, പരസഹായം നൽകുന്നതിന് വേണ്ടി. ജീവിതത്തിൽ നിരവധി നമ്മൾ എൻഗേജ്ഡ് ആവണം. എന്തിനൊക്കെ വേണ്ടിയാണ് എൻഗേജ്ഡ് ആവേണ്ടത്? സ്വർഗപ്രവേശനം കിട്ടാൻ, പരലോക ജീവിതം സന്തോഷമാവാൻ വേണ്ടി, അർഷിന്റെ തണലിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടാൻ വേണ്ടിയുള്ള ആ യാത്രയിൽ ആ ഒരു ആഗ്രഹത്തിന്റെ മേൽ നമ്മൾ ജീവിക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന ചിന്ത ഒഴിവാക്കി അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് മനസ്സിനെ സമാധാനമാക്കുവാൻ എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.